തന്മാത്ര എന്ന സിനിമ മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാകില്ല. മോഹൻലാലും മീര വാസുദേവും നെടുമുടി വേണുവുമെല്ലാം മലയാളികളുടെ മനസ്സുകളെ കണ്ണീരണിയിച്ചപ്പോൾ ചിത്രത്തിലൂടെ രണ്ട് പുതിയ താരങ്ങളെയും നാം പരിചയപ്പെട്ടിരുന്നു. മോഹൻലാലിന്റെ മകനായി വന്ന മനുവും മനുവിന്റെ കൂട്ടുകാരിയായി എത്തിയ നന്ദിനിയും. ചിത്രത്തിൽ അച്ഛന് നഷ്ടപ്പെട്ടുപോയ സിവിൽ സർവീസ് മോഹം മകൻ പൂവണിയിക്കുന്നതാണ് കാണിച്ചതെങ്കിൽ യഥാർത്ഥ ജീവിതത്തിൽ ആ സ്വപ്നം കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുകയാണ് മനുവിന്റെ കൂട്ടുകാരിയായി അഭിനയിച്ച നന്ദിനി. നന്ദിനി ആർ നായർ എന്നാണ് നടിയുടെ യഥാർത്ഥ പേരും. പഠിക്കാൻ മിടുക്കിയല്ലാത്ത, കളിയും കുസൃതിയുമായി മാത്രം നടന്ന മനുവിന്റെ ആ കൂട്ടുകാരി 12 വർഷം മുമ്പാണ് തന്റെ യഥാർത്ഥ ജീവിതത്തിൽ സിവിൽ സർവീസ് സ്വപ്നം നേടിയെടുത്തത്. ചിത്രരചനയിലും നൃത്തത്തിലും കഴിവ് തെളിയിച്ച നന്ദിനിയുടെ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നതും. എറണാകുളം സ്വദേശിനിയായ നന്ദിനി കുട്ടിക്കാലം മുതൽക്കേ പഠിക്കാൻ മിടുക്കിയായിരുന്നു. അന്നേ മനസ്സിൽ കയറിക്കൂടിയ സ്വപ്നമായിരുന്നു സിവിൽ സർവീസ്. HMT ഉദ്യോഗസ്ഥനായിരുന്ന അച്ഛൻ രഘുവിൻ്റെയും വീട്ടമ്മയായ വിജയലക്ഷ്മിയുടെയും ഏക മകളായിരുന്നു നന്ദിനി. ചേട്ടൻ വിജയ് സിനിമാറ്റോഗ്രാഫറും. കുട്ടിക്കാലം മുതൽക്കേ ചിത്രരചനയായിരുന്നു താൽപ്പര്യ വിഷയം. കളമശ്ശേരിയിലെ രാജഗിരി സ്കൂളിലാണ് പഠിച്ചത്. അവിടുത്തെ മനോജ് എന്ന അധ്യാപകന്റെ പിന്തുണയായിരുന്നു ചിത്രരചനയ്ക്കുള്ള പ്രചോദനം. സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ ശ്യാമള സുരേന്ദ്രന്റെ ധരണി എന്ന നൃത്തവിദ്യാലയത്തിൽ ഭരതനാട്യവും പഠിച്ച നന്ദിനി ഇപ്പോൾ കലാമണ്ഡലം ക്ഷേമാവതി ടീച്ചറുടെ കീഴിലാണ് മോഹിനിയാട്ടം അഭ്യസിക്കുന്നത്. കുട്ടികളുടെ നാടക കളരിയിലൂടെയായിരുന്നു സിനിമാ രംഗത്തേക്കുള്ള പ്രവേശനം. വേനൽക്കാല അവധികളിൽ ചന്ദ്രദാസൻ എന്നയാൾ സംഘടിപ്പിക്കുന്ന നാടക ക്യാമ്പുകളൊക്കെ ഉണ്ടാകുമായിരുന്നു. അതിൽ നന്ദിനിയും സജീവമായിരുന്നു. ഒരിക്കൽ ചന്ദ്രദാസന്റെ ശിഷ്യനായ സംവിധായകൻ റോഷൻ ആൻഡ്രൂസ് ക്യാമ്പിലെത്തുകയും ബ്ലസ്സിയുടെ സിനിമയിലേക്ക് സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ അന്വേഷിക്കുന്നുണ്ടെന്നും പറഞ്ഞു. അപ്പോഴാണ് അദ്ദേഹം നന്ദിനിയുടെ പേര് നിർദ്ദേശിച്ചതും അങ്ങനെ തന്മാത്രയിൽ അഭിനയിച്ചതും. ചെറിയ കഥാപാത്രമായിരുന്നെങ്കിലും അത് ശ്രദ്ധിക്കപ്പെട്ടു. ശേഷം ഡാ തടിയ എന്ന ചിത്രത്തിലും അഭിനയിച്ചു. പിന്നീട് സിനിമകളൊന്നും തന്നെ ചെയ്തില്ല. സിവിൽ സർവീസ് നേടണമെന്ന ആഗ്രഹമായിരുന്നു പിന്നീട്. ഒരിക്കലും ഒരു പുസ്തകപ്പുഴു ആയിരുന്നില്ല നന്ദിനി. ചെന്നൈ ലയോള കോളേജിൽ നിന്ന് MA എക്കണോമിക്സ് പൂർത്തിയാക്കിയ ശേഷം 2012 സിവിൽ സർവീസ് പരീക്ഷ എഴുതുന്നത്. ആദ്യ ശ്രമത്തിൽ തന്നെ IRS ലഭിക്കുകയും ചെയ്തു. തുടർന്ന് ആദ്യമായി അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സായി തമിഴ്നാട്ടിലാണ് ആദ്യ പോസ്റ്റിംഗ് ലഭിച്ചത്. ഇപ്പോൾ ചെന്നൈയിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ ഡെപ്യൂട്ടി കമ്മീഷണറായി ജോലി ചെയ്യുകയാണ്. വിവാഹിതയായ നന്ദിനിയുടെ ഭർത്താവ് വിഷ്ണു വേണുഗോപാൽ തമിഴ്നാട് കേഡർ IAS ഓഫീസറാണ്. തമിഴ്നാട് സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടർ കൂടിയാണ് വിഷ്ണു വേണുഗോപാൽ. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.